അയാൾക്ക് കുറവുണ്ടെന്ന് പറഞ്ഞ് അടുത്ത ആളെ കയറി പോവുകയും അവരുമായിട്ട് ജീവിക്കുകയല്ല ചെയ്യുന്നത്. അപ്പം എന്നിട്ട് ആ സ്ത്രീ എന്നോട് പറഞ്ഞൊരു വാക്കാണ്, അയാൾക്ക് വിഷമമാകുന്നു. ഞാൻ ആ സഹോദരൻ പറഞ്ഞു, ഇയാളെ ഉപേക്ഷിച്ചിട്ട്, ഈ ദൈവം തന്നവനെ ഉപേക്ഷിച്ചിട്ട് നീ അയാളുടെ കൂടെ പോയി സ്ഥിരതാമസം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാനൊന്നും പറ്റില്ല. അയാളുടെ ഒരു മക്കളെ നോക്കി അയാളുടെ വീട്ടിൽ ഒരു അടിമയെ പോലെ നീ ജീവിക്കേണ്ടി വരും. നിനക്ക് സ്വന്തമായിട്ട് പണിയെടുക്കാനോ സമ്പാദിക്കാനൊന്നും പറ്റില്ല. അത് മാത്രമല്ല, ഇപ്പം നിനക്ക് ഇന്ന് കിട്ടുന്ന, അപ്പൊ അയാൾക്ക് പോലും ഒരുപക്ഷെ ഇന്ന് കിട്ടുന്ന ആ സന്തോഷവും സുഖം നിനക്ക് അന്നേരം നിനക്ക് കിട്ടത്തില്ല. അയാളുടെ സ്ഥിരം അയാളുടെ കൂട്ടത്തിലേക്ക് ആയി കഴിയുമ്പോഴത്തേക്കും അയാളുടെ തനിനിറം എന്താണ്, അയാളുടെ യഥാർത്ഥ മുഖമെന്നുള്ളത് നീ തിരിച്ചറിയും. അന്ന് നീ വേദനിച്ചിട്ടോ വിലപിച്ചിട്ടോ ഒരു കാര്യമുണ്ട്, നിനക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തിരിച്ചു വരാൻ പറ്റുമോ? അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള അവസ്ഥ വരും. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം, പാപം ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, അത് പൂർണ്ണ വളർച്ച എത്തി കഴിയുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിരവധി വ്യക്തികൾ, അതായത് എന്നാ പറയട്ടെ, ഒരു തിയേറ്ററിൽ കയറി, ഒരു ടാക്കീസിൽ കയറി സിനിമ കഴിഞ്ഞിട്ട് 2.5 മണിക്കൂർ ഇറങ്ങി വരുന്ന ലാഘവത്തോടുകൂടിയാണ് പലരും ഇന്ന് ഹോട്ടലിൽ റൂം എടുത്തിട്ടും അല്ലെങ്കിൽ മറ്റ് അവരുടെ രഹസ്യ കേന്ദ്രങ്ങൾ, അവർക്ക് അനുയോജ്യമായ സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് അവര് പാപം ചെയ്ത് ഇട്ട് വളരെ നിസ്സംഗതയോടുകൂടി തിരിച്ചിറങ്ങി വരുന്നത്. ഈ പാപത്തിന്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് അതിനപ്പുറമായിട്ട് ഒരു കൊലപാതകവും കൂടെ മിക്കവാറും നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഗർഭഛിദ്രം, മനസ്സിലായില്ലേ? അപ്പം ഇന്നത്തെ തലമുറയോടാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഇന്നത്തെ തലമുറയോട് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ബോധ്യമൊന്നുമില്ല. ഒരു ഡ്രസ്സ് അടുത്ത ഡ്രസ്സ് ഇടുന്ന ലാഘവത്തോടുകൂടി ഇഷ്ടപ്പെടുന്നവരുടെ ഒക്കെ കൂടെ എന്നാ പറയട്ടെ, ഈ ഒരു സുഖം തേടി പോകുന്നവരും ഈ സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്നവരും. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ അവന്റെ അമ്മയ്ക്ക് ചികിത്സയ്ക്കായിട്ട് ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ അവൻ പറയാ, അവിടെ വെച്ചൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു, അവളും അവളുടെ അമ്മയുടെ ചികിത്സയ്ക്കായിട്ട് വന്നതാണ്. ഇവർക്ക് ഇത്തരത്തിലൊരു പാപം ചെയ്യാനായിട്ട് വളരെ ചാൻസ് ഒത്തു വന്നതാണ്. പക്ഷേ അതിനുശേഷം അവന്റെ പേഴ്സിൽ അവൻ ഒരു സാധനം എപ്പോഴും കരുതുവാരെന്നായിരുന്നു പറഞ്ഞു. ഇതുപോലൊരു അവസരം ഒത്തു കിട്ടുവാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി അവന്റെ പേഴ്സിൽ അവന്റെ സാധനം കരുതുവാരുന്നത്. ഞാൻ എന്താണെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പാപത്തിന്റെ സുഖം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ത്വരയോടുകൂടിയാണ് പല ചെറുപ്പക്കാരും നടക്കുന്നത്. അതിന്റെ സുഖം എന്താണെന്ന് അറിയാനുള്ള ഒരു അഭിമാന്യം, ഒരു ജിജ്ഞാസയൊക്കെ ഇന്ന് പലരുടെയും ഹൃദയത്തിലുണ്ട്, പലരുടെയും തലച്ചോറിലുണ്ട്. പക്ഷേ അടുത്ത നിമിഷം ആ വ്യഭിചാരത്തിന്റെ ദുരാത്മാവ് ഇവന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു, ഇവനെ എന്നേക്കുമായിട്ടും അവൻ അടിമയാക്കുന്നു. പിന്നെ ഇവൻ എത്ര ആഗ്രഹിച്ചാലും അതിൽ നിന്ന് മോചിതനാകാൻ സാധിക്കുകയായിരുന്നു. ദൈവം ഇവന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ വാഗ്ദാനങ്ങളെ, അനുഗ്രഹങ്ങളെ ഇവന് ജീവിതത്തിൽ പിന്നെ പ്രാപിക്കാൻ പറ്റിയാലെന്നുള്ളതും, ഇവന് ഒരു വിശുദ്ധയായ ഒരു ജീവിത പങ്കാളിയെ, അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ, കിട്ടിയായിരുന്നു ഉള്ള ഒരു ബോധ്യം ഇന്ന് നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഇല്ല. പറഞ്ഞു മനസ്സിലായി. എന്റെ അമ്മ എനിക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു തരുന്നൊരു വേദം ഉണ്ടായിരുന്നു, മോനെ, ചാരിത്രശുദ്ധി എന്ന് പറയുന്നത് അത് പെൺകുട്ടികൾക്ക് മാത്രമുള്ളതല്ല, അത് ആണുങ്ങൾക്ക് ഉള്ളതാണ്.